എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ ചിപ്പി ബേസിൽ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്. ലോകത്തെമ്പാടുമുള്ള മനുഷ്യരിൽ 37% ആളുകളും അസന്തുഷ്ടരാണ്. നിങ്ങൾക്കറിയാവുന്ന 3 പേരിൽ ഒരാളെങ്കിലും അവരുടെ ജീവിതത്തിൽ സന്തുഷ്ടരല്ല. ആ ആളുകളിൽ ഒരാളാണോ നിങ്ങൾ? നിങ്ങളുടെ സന്തോഷം മെച്ചപ്പെടുത്താൻ ചില വഴികളുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹാപ്പി ഹോർമോൺസിനെ പറ്റിയാണ്. ഒരു നിമോണിക്സ് വഴി നിങ്ങൾക്കത് ഓർക്കാം. ഡോസ്, DOSE, D ഫോർ ഡോപ്പമിൻ. ഡോപ്പമിൻ നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും, നമുക്കൊരു നല്ല മോട്ടിവേഷൻ തരും. അതുപോലെ തന്നെ നന്നായി പഠിക്കുവാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ ഡോപ്പമിൻ റിലീസ് ആവുന്നതിലൂടെ നമുക്ക് സഹായമാകും. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഡെയിലി നീഡ്സ് ഇതെല്ലാം നിറവേറ്റാനുള്ള ദൃഢനിശ്ചയം ഡോപ്പമിനിലൂടെ നമുക്ക് ലഭ്യമാണ്. ഹൗ വി ക്യാൻ ഇൻക്രീസ് ഡോപ്പമിൻ നാച്ചുറലി? എങ്ങനെ നമുക്ക് സ്വന്തമായി സ്വാഭാവികമായി ഡോപ്പമിൻ ഉയർത്തുവാൻ, മെച്ചപ്പെടുത്തുവാൻ സാധിക്കും? അതിന് ചില വഴികളുണ്ട്. ഒരു ഡെയിലി കുറച്ച് സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോപ്പമിൻ 70% വരെ കൂടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഡീപ്പ് ബ്രെത്ത് മെഡിറ്റേഷൻ ആണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇന്നത്തെ ഈ കാര്യം ചെയ്യും, എന്നിട്ട് ആ ദിവസത്തിൻ്റെ അവസാനം നിങ്ങളത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നും. മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ നിങ്ങളുടെ ഡോപ്പമിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ നല്ല വ്യായാമം, നല്ല ഉറക്കം, നിങ്ങളൊരു ഡോപ്പമിൻ്റെ അളവ് കൂടും. അതുപോലെ നമ്മുടെ സെൽഫ് കെയർ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഡോപ്പമിൻ്റെ അളവ് കൂടുവാൻ സഹായിക്കും. രണ്ടാമതായി ഹോർമോണാണ് ഓക്സിറ്റോസിൻ, O ഫോർ ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിന് നമ്മൾ വീണ്ടും പറയുന്ന വേറൊരു പേരാണ് ലവ് ഹോർമോൺ. ഇതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ റിലേഷൻഷിപ്പ് കൂടുതലും ഇൻറ്റിമസി ആകുവാനും നല്ലൊരു ബോണ്ടിങ് ആകുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഹൗ വി ക്യാൻ നാച്ചുറലി ഇൻക്രീസ് ഓക്സിറ്റോസിൻ? ഒരു ഫിസിക്കൽ ടച്ച് കൊണ്ട് നമ്മുടെ ഓക്സിറ്റോസിൻ കൂടും. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ തൊടുമ്പോൾ, അവരെയൊക്കെ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ചുംബനം കൊടുക്കുമ്പോൾ ഓക്സിറ്റോസിൻ്റെ അളവ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ പെറ്റ്സ്, നമ്മുടെ വളർത്തുമൃഗങ്ങൾ, അവരെ തലോടുമ്പം, അവരടുത്തിരിക്കുമ്പോൾ, അവരെ തൊടുമ്പോൾ നമ്മുടെ ഓക്സിറ്റോസിൻ വർദ്ധിക്കുവാൻ സഹായമാകും. മൂന്നാമതായി പറയുന്നതാണ് സെറട്ടോണിൻ. S ഫോർ സെറട്ടോണിൻ. സെറട്ടോണിൻ നമുക്ക് വളരെ സന്തോഷം തരും. നമ്മൾ ഭയങ്കര സങ്കടപ്പെടുന്ന അവസ്ഥയിലും നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനൊക്കെ നമുക്ക് പ്രേരിതമാവാൻ സഹായിക്കുന്നതാണ് സെറട്ടോണിൻ. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കും, ഊർജം നൽകിത്തരും, നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇതെല്ലാം സെറട്ടോണിലൂടെ നമുക്ക് ലഭ്യമാണ്. എങ്ങനെയാണ് നമുക്ക് സെറട്ടോണിൻ നാച്ചുറലി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നത്? ഒരു ദിവസവും 10 to 15 മിനിറ്റെങ്കിലും ഇളം വെയിൽ ചൂടേറ്റുള്ളൊരു വ്യായാമം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിലൂടെ നമുക്ക് സെറട്ടോണിൻ, അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡിയും നമുക്ക് ലഭ്യമാകും. പിന്നെ സെറട്ടോണിൻ കൂടുന്നതിനുള്ള ഫുഡ്സ് ലൈക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കണ്ടൻറ്റുള്ള ഫുഡ്സ്, അതുപോലെ തന്നെ സീഡ്സ്, പിന്നെ നമുക്ക് വേണ്ടുന്നുള്ള ആൽമണ്ട്സ്, നട്ട്സ്, ഇതെല്ലാം നമ്മളിലുള്ള സെറട്ടോണിൻ്റെ അളവ് കൂട്ടുവാൻ സഹായമാകും. സെറട്ടോണിൻ നമ്മൾക്ക് കൂടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം കൂടുതൽ ആഹ്ലാദകരമായി ജീവിക്കുവാൻ സഹായമാകും. അവസാനമാണ് E ഫോർ എൻഡോർഫിൻസ്. എൻഡോർഫിൻസ് എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് എന്താണ് കൂടുതലും നമ്മുടെ പെയിൻ, നമ്മുടെ സ്ട്രെസ്സ് ഇതെല്ലാം മറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ. എൻഡോർഫിൻ ലഭ്യമാകുന്നതിലൂടെ നമുക്ക് നമ്മുടെ പെയിനുകളും നമ്മുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകളും സ്ട്രെസ്സുകളുമൊക്കെ കുറയ്ക്കുവാൻ ഇത് സഹായമാകും. എങ്ങനെയാണ് എൻഡോർഫിൻ നാച്ചുറലി, ഹൗ വി ക്യാൻ ഇൻക്രീസ് നാച്ചുറലി എൻഡോർഫിൻ? അതിനൊന്നാമതായി ചെയ്യേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ്. ദിവസം ഒരു 1 പീസെങ്കിലും ഒരു ഡാർക്ക് ചോക്ലേറ്റിലൂടെ കഴിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ എൻഡോർഫിൻസ് കൂട്ടുവാൻ സഹായമാകും. രണ്ടാമതായി പറഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക.
ചിലർ പറയുന്ന കേൾക്കാം, ഞാനൊന്ന് കരഞ്ഞു തീരുമ്പോൾ എനിക്കൊന്ന് സമാധാനമാകും. നന്നായി കരയുവാനും നന്നായി ചിരിക്കുവാനും ഒക്കെ നമുക്ക് സഹായമേകുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻസ്. ഈ 4 ഹോർമോണുകളെ മെച്ചപ്പെടുത്തുവാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ ഒരു ആഹ്ലാദകരമായ ആനന്ദകരമായ ജീവിതം സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി നിങ്ങൾക്ക് നയിക്കുവാൻ സാധിക്കും. നന്ദി, നമസ്കാരം.